വിദേശ ഡെബിറ്റ് കാർഡുകൾ ഇന്ത്യയിലെത്തിച്ച് നടത്തിയ 100 കോടിയോളം രൂപയുടെ ഹവാല ഇടപാട് ഇഡി കണ്ടെത്തി. മുഖ്യപ്രതികളിൽ മലയാളികളും ഉൾപ്പെടുന്നു. CNN ന്യൂസ് 18 ആണ് ഞെട്ടിക്കുന്ന വാർത്ത പുറത്തുവിട്ടത്. ജൊനാഥൻ എസ് രാജൻ, അജിത് വർഗീസ് മത്തായി എന്നിവരാണ് തട്ടിപ്പ് നടത്തിയ സംഘത്തിലെ മലയാളികൾ. സാമ്പത്തിക തട്ടിപ്പിലെ മുഖ്യനെന്ന് കരുതുന്ന അജിത് വർഗീസ് മത്തായിയിൽ നിന്നും 37 ലക്ഷം രൂപയും വിദേശ ക്രെഡിറ്റ് കാർഡുകളും പിടിച്ചെടുത്തു. ആർ കിരൺ ബാബു വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുകയാണ്. കിരൺ, തീവ്രവാദത്തിനും മതപരിവർത്തനത്തിനും ഉൾപ്പെടെ ഉപയോഗിക്കുന്ന തരത്തിൽ ഈ പണം വഴിമാറിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. എങ്ങനെ ഈ തട്ടിപ്പ് നടന്നു എന്നതാണ് അറിയാൻ കഴിയുന്നത്. രേണുക, CNN ന്യൂസ് 18 ആണ് ഈ വാർത്ത രേഖകൾ സഹിതം പുറത്തുവിട്ടത്. ED ആണ് ഇങ്ങനെ 100 കോടി രൂപയുടെ സാമ്പത്തിക വെട്ടിപ്പ് പിടിച്ചത്. ഈ തട്ടിപ്പ് ഇങ്ങനെയാണ് നടത്തിയത് എന്നാണ് EDയുടെ നൽകുന്ന വിവരം. പുറത്ത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാരുടെ പേരിൽ വ്യാജമായി ക്രെഡിറ്റ് കാർഡുകൾ നിർമ്മിക്കുക, അത് ഇന്ത്യയിൽ എത്തിച്ച് 1000-ഓളം ഇങ്ങനെ ക്രെഡിറ്റ് കാർഡുകൾ ഡെബിറ്റ് കാർഡുകൾ ഇന്ത്യയിൽ എത്തിച്ചു. ഈ ഡെബിറ്റ് കാർഡുകൾ ഇന്ത്യയിൽ എത്തിച്ച് വിവിധ ആളുകൾ വഴി ഈ വിവിധ ATMകളിൽ നിന്ന് പണം പിൻവലിക്കുക. അങ്ങനെ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരാളുടെ പേരിൽ ഇന്ത്യയിൽ അങ്ങനെ ഏതെങ്കിലും ഒരു സാമ്പത്തിക ഇടപാട് നടത്തണമെങ്കിൽ നമ്മുടെ KYC നിർബന്ധമാണ്. അവരുടെ ഐഡന്റിറ്റി പൂർണ്ണമായും സർക്കാരിന് അറിഞ്ഞിരിക്കണം. എന്നാൽ ഈ ഐഡന്റിറ്റി അറിയുന്നത് മറച്ചുവെക്കാൻ വേണ്ടി വ്യാജ വഴികളിലൂടെ എങ്ങനെയാണ് ഇന്ത്യയിലേക്ക് പണം എത്തിക്കുക, അങ്ങനെ പണം എത്തിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ വ്യാജ ഡെബിറ്റ് കാർഡുകൾ വിദേശ ബാങ്കുകളുടെ പേരിൽ നിർമ്മിച്ചത്. അങ്ങനെ നിർമ്മിച്ച് അത് ഇന്ത്യയിൽ കൊണ്ടുവന്ന് ഇന്ത്യയിലെ ATMകൾ വഴി പണം എടുക്കുകയാണ് ചെയ്തത്. ഇതിൽ പിടികൂടിയ പ്രതികളിൽ പ്രധാനപ്പെട്ട ഒരാൾ അജിത് വർഗീസ് മത്തായി എന്ന് പറയുന്നയാളാണ്. ഇയാളാണ് തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന അമേരിക്കയിലെ ഒരു ധനകാര്യ സ്ഥാപനത്തിൻ്റെയുമായി ബന്ധപ്പെട്ടാണ് ഇത്തരം ഇടപാടുകൾ അല്ലെങ്കിൽ ഇത്തരം തട്ടിപ്പ് നടത്തിക്കൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ പക്കൽ നിന്നും അദ്ദേഹത്തിൻ്റെ വീട്ടിൽ നിന്നും അടക്കം അദ്ദേഹം താമസിച്ചിരുന്ന സ്ഥലത്തിൽ നടക്കുന്ന റെയ്ഡിൽ 37 ലക്ഷം രൂപയും തിമോത്തി ഇനിഷ്യേറ്റീവിൻ്റെ പേരിലുള്ള ക്രെഡിറ്റ് കാർഡുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. ഇന്ത്യയിൽ തന്നെ സന്തോഷ് കുമാർ എന്ന് പറയുന്ന ഒരാളുടെ പേരിൽ തന്നെ നിരവധി ഡെബിറ്റ് കാർഡുകൾ ഇത്തരത്തിൽ നിർമ്മിച്ചതും കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെ മറ്റൊരാൾ കൂടി മലയാളിയും സംശയിക്കുന്ന മറ്റൊരാൾ ജോനാഥൻ എസ് രാജനാണ്. മറ്റൊരു പ്രധാനപ്പെട്ട പ്രതി മൈക്ക മാർക്കാണ്. ഈ ജോനാഥൻ എസ് രാജനാണ് ദി തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന ധനകാര്യ സ്ഥാപനത്തിൻ്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക ഓപ്പറേറ്റർ എന്ന് കൂടി കരുതുന്നുണ്ട്. ഇങ്ങനെ എത്തിച്ച പണം എന്തിനു വേണ്ടിയാണ് വിനിയോഗിക്കപ്പെട്ടത്, അല്ലെങ്കിൽ അത് മറ്റ് തീവ്രവാദ പ്രവർത്തനങ്ങൾക്കൊക്കെ വിനിയോഗിക്കപ്പെട്ടിട്ടുണ്ടോ എന്നതടക്കം ഇപ്പോൾ ED പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും വ്യാജ ഡെബിറ്റ് കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് വിദേശ ബാങ്കുകളിൽ നിന്നുള്ള പണം ഇന്ത്യയിൽ വന്ന് ഇന്ത്യയിലേക്ക് അത് പിൻവലിക്കുന്ന ഒരു രീതി, അത്തരമൊരു തട്ടിപ്പ് പുതുതായി നിലവിലെ ഇന്ത്യൻ നിയമങ്ങളെ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിലനിൽക്കുന്ന സംവിധാനങ്ങളെ മറികടക്കാൻ വേണ്ടി കണ്ടെത്തിയ ഒരു തട്ടിപ്പ് രീതിയാണ്. ഈ തട്ടിപ്പിലൂടെ ഇപ്പോൾ 100 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്നാണ് പ്രധാനമായും കണ്ടെത്തിയിരിക്കുന്നത്. ഇങ്ങനെ രാജ്യത്തെ വിവിധ സ്ഥലങ്ങളിൽ നിന്നാണ് ATMകളിൽ നിന്ന് ഇത്തരത്തിലേക്കുള്ള പണം പിൻവലിച്ചിട്ടുള്ളത്. ഈ പലരുടെ പേരിലാണ് ATMകൾ നൽകുന്നതെങ്കിലും ഇവരൊന്നുമല്ല ഈ ATMകൾ ഉപയോഗിക്കുന്നത്. മറ്റാളുകളാണ് ATM ഉപയോഗിച്ചുകൊണ്ട്, ഈ ഏജൻസികളുടെ വിവിധ ആളുകളാണ് ATM ഉപയോഗിച്ചുകൊണ്ട് പണം വ്യാപകമായി പല സ്ഥലങ്ങളിൽ നിന്നായി പിൻവലിച്ചിരിക്കുന്നത് എന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഇതിൽ കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കിരൺ, വലിയ തട്ടിപ്പ്, വലിയ ആസൂത്രണത്തോടെ കൂടി നടന്ന തട്ടിപ്പ് എന്ന് വേണം ഈ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ മനസ്സിലാക്കാൻ. ഇതിൽ US ആസ്ഥാനമായ തിമോത്തി ഇനിഷ്യേറ്റീവാണ് ഇപ്പോൾ നിരീക്ഷണത്തിനുള്ള സ്ഥാപനം. ഇവർക്ക് രാജ്യത്തിനകത്ത് നിന്ന് ഏതൊക്കെ തരത്തിൽ സഹായങ്ങൾ ലഭിച്ചു എന്നതാണ് മനസ്സിലാകുന്നത്. ഇപ്പോൾ 3 മലയാളികൾ ഉൾപ്പെടെ ഇതിൽ പെടുന്നു എന്ന വിവരങ്ങൾ വരുന്നുണ്ട്. കൂടുതൽ സ്ഥാപനങ്ങൾക്കും ആളുകൾക്കും ഇതിൽ ബന്ധമുണ്ട് എന്ന സംശയത്തിലാണോ ED? രേണുക, ഇത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇത് CNN ന്യൂസ് 18 ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. അവരുടെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നമ്മളും ഈ വിവരങ്ങൾ നൽകുന്നത്. ആ വാർത്ത നൽകുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണെങ്കിൽ 1000-ഓളം ഡെബിറ്റ് കാർഡുകൾ ഇത്തരത്തിൽ ഈ തിമോത്തി ഇനിഷ്യേറ്റീവിൻ്റെ പേരിൽ അത്തരം വിദേശ ബാങ്കുകളുടെ പേരിലുള്ള 1000-ഓളം ഡെബിറ്റ് കാർഡുകൾ വ്യാജമായി നിർമ്മിച്ചു. അത് ഇന്ത്യക്കാരുടെ പേരിലാണ് ഇങ്ങനെ ഡെബിറ്റ് കാർഡുകൾ വ്യാജമായി നിർമ്മിക്കുന്നത്. ആ ഡെബിറ്റ് കാർഡുകൾ ഇന്ത്യയിൽ എത്തിക്കുക. ഇന്ത്യയിൽ എത്തിച്ച ശേഷം വിവിധ ആളുകൾക്ക് ഈ ഡെബിറ്റ് കാർഡ് വിതരണം ചെയ്ത് അവരിൽ നിന്ന് ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ നിന്ന് വിദേശത്ത് നിന്ന് ഇപ്പോൾ ഇന്ത്യയിലേക്ക് പണം അയക്കണമെങ്കിൽ സ്വാഭാവികമായും അത് ഏത് അക്കൗണ്ടിലേക്ക് വരുന്നു, എങ്ങനെ പണം വരുന്നു, ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ത്യൻ സർക്കാരിന് ഔദ്യോഗികമായി അറിഞ്ഞിരിക്കണം. ഇന്ത്യയിലെ ഏത് അക്കൗണ്ടിലേക്ക് വന്നാലും അങ്ങനെ വിദേശത്തു നിന്ന് പണം എത്തുന്നതിനെ സംബന്ധിച്ച് കൃത്യമായ രേഖകളും അതിൻ്റെ വിവരങ്ങളും ലഭ്യമാകും. കാരണം ഇന്ത്യയിലെ ഏത് അക്കൗണ്ടിലും KYC ഉണ്ട്. ആരാണ് പണം പിൻവലിച്ചതെന്ന് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ അറിയാം. അതിന് പകരമായിട്ടാണ് ഇത്തരത്തിൽ വ്യാജമായ രീതിയിൽ ഇന്ത്യക്കാരുടെ പേരിൽ വിദേശത്ത് ഡെബിറ്റ് കാർഡുകൾ വിദേശ ധനകാര്യ സ്ഥാപനങ്ങളുടെ പേരിൽ എടുക്കുക. ആ ധനകാര്യ സ്ഥാപനങ്ങളുടെ പേരിലുള്ള ഇന്ത്യയിൽ പിൻവലിക്കാൻ കഴിയുന്ന അക്കൗണ്ടുകളിലേക്ക് കൊണ്ടുവന്നിട്ട് ഇന്ത്യയിൽ
ഇന്ത്യയിലെ ATMകൾ വഴി ഈ പണം പിൻവലിക്കുക. ഇങ്ങനെ ഏകദേശം 100 കോടിയോളം രൂപയാണ് ഇന്ത്യയിലെ വിവിധ നഗരങ്ങളിൽ നിന്നാണ് ഇത് പിൻവലിക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇതിൻ്റെ അന്വേഷണം ഇപ്പോഴും തുടരുകയാണ്. പ്രധാനമായ അന്വേഷണം നടത്തുന്നത് എന്തിനു വേണ്ടിയാണ് ഇത്തരം ഒരു സാമ്പത്തിക തട്ടിപ്പ് നടത്തിയത്, അത് പണം ഇന്ത്യയിൽ എത്തിക്കുക അല്ലെങ്കിൽ നികുതി വെട്ടിക്കുക എന്നുള്ള ലക്ഷ്യം മാത്രമാണ് ഉള്ളത്. അതിനപ്പുറത്തേക്ക് ഏതെങ്കിലും തരത്തിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾക്കോ അല്ലെങ്കിൽ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കോ വേണ്ടി ഈ പണം വിനിയോഗിച്ചിട്ടുണ്ടോ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ED ഇപ്പോൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരം പരിശോധനകൾ കൂടി കടക്കുകയാണ്. എന്തായാലും ഇത് ഒരു വളരെ സാങ്കേതികമായ സംവിധാനങ്ങൾ ഉപയോഗിച്ച് ചെയ്ത ഒരു ഹൈടെക് വെട്ടിപ്പ് എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇന്ത്യയിലെ നിയമങ്ങളെല്ലാം മറികടക്കാൻ വേണ്ടി ATMൽ നിന്ന് അനായാസം പണം മറ്റ് പലതരത്തിലും പണം ഇന്ത്യയിലേക്ക് എത്തിച്ചാൽ അത് പിടിക്കപ്പെടാനൊക്കെ പല സാധ്യതകളുണ്ട്. പക്ഷേ ATMൽ നിന്ന് സ്വാഭാവികമായും എടുക്കുന്ന രീതിയിലേക്ക് പണമെടുത്താൽ അത് പിടിക്കപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ്. ഇത് മുതലാക്കിക്കൊണ്ടാണ് ഇവർ എടുക്കുന്ന ATMകൾക്ക് ഏതെങ്കിലും തരത്തിൽ ഇന്ത്യൻ KYCയിൽ എവിടെയെങ്കിലും ബാധകമാകുന്നുമില്ല. വിദേശ ബാങ്കുകളുടെ പേരിലുള്ള ATM വിദേശത്ത് നിന്ന് വരുന്നവർ ഇന്ത്യയിൽ കൊണ്ടുവന്ന് അത് ഇന്ത്യയിൽ നിന്ന് പണമെടുക്കുന്നു എന്നുള്ള രീതിയിലാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അത് ഇന്ത്യക്കാരുടെ അഡ്രസ്സിൽ ഒരേ വിലാസിൽ തന്നെ സന്തോഷ് കുമാർ എന്നുള്ള ഒരു പേരിൽ തന്നെ 20ഓളം ATM കാർഡുകളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ അത് അവർ ഇന്ത്യയിലെ പല ആളുകളുടെ കയ്യിലായി കൊടുത്ത് പല ATMകളിൽ നിന്ന് ഈ പണം പിൻവലിച്ചു. ഇങ്ങനെ ഏകദേശം 100 കോടിയോളം രൂപ പിൻവലിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ EDയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന വിവരമായി CNN ന്യൂസ് 18 പറയുന്നത്. അത്തരം ഇനി കൂടുതൽ അന്വേഷണം ഇത്തരത്തിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ കൂടുതൽ പണമുണ്ടോ? ഇപ്പോൾ ഈ മുഖ്യ പ്രതികൾ എന്ന് കരുതുന്ന 5 പേരുടെ പേരുകളാണുള്ളത്. അതിൽ 5 പേരിലെ 2 പേരുകൾ നമ്മൾ ആദ്യം പറഞ്ഞു, ആ 2 പേരുകളാണ് മലയാളികളായിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മുഖ്യപ്രതിയെ സംശയിക്കുന്ന ആൾ തന്നെ മലയാളിയാണ്. അജിത് വർഗീസ് മത്തായി എന്നാണ് ഇയാളുടെ പേര്. മറ്റൊന്ന് ജോനാഥൻ S. രാജനാണ്. ഇവർ 2 പേരുമാണ് ഈ തിമോത്തി ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന TTI എന്ന് പറയുന്ന ധനകാര്യ സ്ഥാപനവുമായി നേരിട്ട് ബന്ധപ്പെട്ട ആളുകളാണ്. ഇവരാണ് ഈ തരത്തിലേക്ക് വ്യാജമായി ഇത്തരം ഡെബിറ്റ് കാർഡുകൾ നിർമ്മിച്ചതും. ഈ വർഗീസ് മത്തായി തന്നെയാണ് ഇത്തരം ഡെബിറ്റ് കാർഡുകളുടെ അച്ചടിയും വിതരണവും ഒക്കെ നടത്തിയത് എന്നാണ് അന്വേഷണ ഏജൻസികൾ നൽകുന്ന സൂചന. ഇനി അത് എവിടെയാണ് ഇത്തരം ഡെബിറ്റ് കാർഡുകൾ ഉണ്ടാക്കിയത്? ഇന്ത്യയിൽ വെച്ചാണോ ഡെബിറ്റ് കാർഡുകൾ ഉണ്ടാക്കിയത്? വിദേശത്ത് നിന്ന് ഇത്തരം വ്യാജ ഡെബിറ്റ് കാർഡുകൾ ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവരികയായിരുന്നു? അതോ ഇനി വിദേശത്തെ ബാങ്ക് ഈ ധനകാര്യ സ്ഥാപനത്തിൽ വ്യാജമായ വിലാസം നൽകിക്കൊണ്ട് അങ്ങനെ ഒന്നിലേറെ പല ഇന്ത്യൻ വിലാസം നൽകിക്കൊണ്ട് അവിടെ അങ്ങനെ അക്കൗണ്ട് എടുത്ത് അതിൽ വഴി പണമാണ് ഇവിടെ എത്തിച്ചത്? എന്തായാലും ഇന്ത്യൻ ധനകാര്യ സംവിധാനങ്ങളെ ആകെ അട്ടിമറിച്ചുകൊണ്ട് ആ സംവിധാനങ്ങളുടെ ഒന്നും പിടിയിൽപ്പെടാതെ, ആ സംവിധാനങ്ങളുടെ സ്കാനറുകളിലൊന്നും പെടാതെ ഇന്ത്യയിലേക്ക് 100 കോടിയോളം രൂപ ഈ തരത്തിൽ കടത്തി എന്നാണ് ഇപ്പോൾ അറിയുന്നത്. അന്വേഷണ ഏജൻസിയുടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം, ഇതൊരു സാമ്പത്തിക വിഷയം എന്നതിനപ്പുറത്തേക്ക് ഈ സമ്പത്ത് ഉപയോഗിച്ചുകൊണ്ട് ഈ 100 കോടിയോളം രൂപ എന്തിനു ഉപയോഗിച്ചു എന്നതിൽ അന്വേഷണം നടക്കുകയാണ്. അതിലേതെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചോ, രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിച്ചോ, അതോ മറ്റേതെങ്കിലും ഇന്ത്യയിൽ എന്തിനു വേണ്ടി പണം ഉപയോഗിച്ചോ, അത്തരത്തിലേക്കുള്ള അന്വേഷണമൊക്കെ ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുകയാണ്. അതെല്ലാം ഇപ്പോൾ സംശയത്തിൻ്റെ നിഴലിൽ നിൽക്കുകയാണ്. അത്തരം അന്വേഷണമൊക്കെ കൂടുതൽ അന്വേഷണത്തിലൂടെ മാത്രമേ അത് എന്തിനു ഉപയോഗിച്ചു എന്നതൊക്കെ നമുക്ക് കണ്ടെത്താൻ കഴിയൂ. ശരി, കിരൺ ബാബുവാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.